എഴുതി വെക്കപ്പെട്ടിട്ടുള്ളതെല്ലാം വാസ്തവമാണെന്നും കൃത്യമാണെന്നുമുള്ള ഒരു പൊതുബോധം നമ്മുടെയൊക്കെ ഉള്ളിലുണ്ട്. വാമൊഴിയിലൂടെ തലമുറകളിലേക്ക് പകർന്നു നൽകിയ പാട്ടുകളും അറിവുകളുമൊക്കെ ഒരു വിശകലന സാധ്യത പോലും ഇല്ലാത്തതാണെന്ന തോന്നലുകൾക്ക് ഇത് അടിവരയി. വാമൊഴി സാഹിത്യത്തിലെ സൗന്ദര്യതലങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ച് കേരളത്തിലെ പ്രശസ്ത സാഹിത്യകാരനായിരുന്ന ചെറുകാടിന്റെ പ്രിയപുത്രൻ ഡോക്ടർ CP ചിത്രഭാനുവിന്റെ പ്രഭാഷണമാണ്. ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. തൊണ്ണൂറുകൾക്ക് ശേഷം ലോകത്തുണ്ടാക്കുന്ന വലിയ മാറ്റത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് തന്നെ വലിയ വലിയ നിക്ഷേപങ്ങൾ നടത്തുന്നതിന് ലോകത്തിലെ വലിയ മുതലാളിത്ത ശൃംഖലകൾ ശ്രമിച്ചത് ഫോക്ലോർ രംഗത്തായി. അവിചാരിതമായി പൊട്ടിപ്പുറപ്പെട്ട ഒന്നല്ല ലോകത്തിലെ ഫോക്ലോർ പഠനം എന്ന കാര്യം നാം മനസ്സിലാക്കണം. ഒരു ജനതയുടെ മനഃശാസ്ത്രത്തെ മാറ്റിയെടുക്കുന്നതിന് സ്വാഭാവികമായിട്ടും ആ ജനതയുടെ വംശീയമായ ഘടനകളെ കുറിച്ച്, അവരുടെ ഭക്ഷണത്തെക്കുറിച്ച്, അതിന്റെ ചേരുവകളെ കുറിച്ച്, അതുപോലെ തന്നെ അവരുടെ വാമൊഴി വഴക്കങ്ങളെ കുറിച്ച് ഒക്കെ ആഴത്തിൽ പഠിക്കേണ്ടതുണ്ട് എന്ന് ഫോർഡ് ഫൗണ്ടേഷനെ പോലുള്ള വലിയ സാമ്പത്തിക ഏജൻസികൾ മുൻകൂട്ടി തന്നെ കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ ലോകത്തിലെ മികച്ച സർവകലാശാലകളിൽ അതിനാവശ്യമായിട്ടുള്ള പഠന വകുപ്പുകൾ രൂപീകരിക്കുകയും പഠിക്കുന്നവർക്കും ഗവേഷണം നടത്തുന്നവർക്കും വലിയ രൂപത്തിലുള്ള ഫെലോഷിപ്പുകൾ ഏർപ്പെടുത്തുകയും ചെയ്തു. ഈ പഠനത്തിന്റെ വിശദ വിവരങ്ങൾ തങ്ങൾ സ്വയം സ്വീകരിക്കുക മാത്രമല്ല, അതിന് തങ്ങൾ ഉദ്ദേശിക്കുന്ന നിശ്ചിത താല്പര്യത്തിന് എങ്ങനെ ഫലപ്രദമായി ഉപയോഗിക്കാം എന്നതിന് മറ്റൊരു ഗവേഷണം അവർ നടത്തിക്കൊണ്ടേയിരുന്നു എന്ന കാര്യം നാം ഓർക്കുക. പശ്ചിമഘട്ടം എന്ന് പറയുന്നത് നാം പലപ്പോഴായി മനസ്സിലാക്കിയതുപോലെ ലോകത്തിന് വിസ്മയങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു പ്രകൃതി വ്യവസ്ഥയാണ്. ഈ കാലത്താണ് പശ്ചിമഘട്ടത്തിലെ സസ്യവൈവിധ്യത്തെക്കുറിച്ച്, അതിന്റെ ജൈവ വൈവിധ്യത്തെക്കുറിച്ച്, അതുമായി ബന്ധപ്പെട്ട അനവധി സവിശേഷമായ പ്രശ്നങ്ങൾ ഉയർന്നു വന്നത് എന്ന കാര്യം നാം വിസ്മരിക്കരുത്. സ്വാഭാവികമായിട്ടും തീരത്ത് നടന്ന സംഘർഷങ്ങളെ കുറിച്ച് നമുക്ക് ഓർമ്മയുണ്ടായിരിക്കും. ഒരു കാലത്ത് കേരളത്തിലെ തീരപ്രദേശങ്ങളാകെ തന്നെ സംഘർഷത്തിന്റെ സന്ദർഭങ്ങളായി മാറിയതുപോലെ തന്നെ ഇതേ പ്രകാരത്തിലുള്ള ഗവേഷണങ്ങൾ ഉണ്ടാക്കാവുന്ന അനന്തര ഫലങ്ങളിൽ ഒന്ന് അവിടെയുള്ള സമ്പത്തിനെ എങ്ങനെ വിനിയോഗിക്കാം എന്നതും അതെങ്ങനെ തങ്ങൾക്ക് ആവശ്യമായ സംഘർഷങ്ങൾക്ക് വഴി തുറക്കാം എന്നതിനുമുള്ള അത്തരത്തിലുള്ള ഗവേഷണങ്ങളാണ് യഥാർത്ഥത്തിൽ ലോകത്ത് ആഗോളീകരണത്തിന്റെയും തങ്ങൾ ഉദ്ദേശിക്കുന്ന സാമ്പത്തിക നയക്രമങ്ങളെ വലിയ രൂപത്തിൽ നടപ്പാക്കുന്നതിന്റെയും അടിസ്ഥാനമായി മാറിയത് എന്ന കാര്യം ഓർക്കുക. അതുകൊണ്ടാണ് 1980-കൾക്ക് ശേഷം ലോകത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ഈ തരത്തിലുള്ള പുതിയ വകുപ്പുകൾ ഉണ്ടായത്, അതിനെക്കുറിച്ചുള്ള ആഴത്തിലുള്ള പഠനങ്ങൾ ഉണ്ടായത്. ആ ഗവേഷണ ഫലങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ലോകത്തിലെ മൂന്നാം ലോക രാഷ്ട്രങ്ങളെ, ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളെ ഏതെല്ലാം പ്രകാരത്തിൽ തങ്ങളുടെ വരുതിക്ക് നിർത്താൻ കഴിയും എന്നതിന്റെ സൂചകങ്ങളായി അത് മാറി. ഓരോ രാജ്യത്തും അവർ ഏതെല്ലാം പ്രകാരത്തിൽ അത് പ്രയോഗിച്ചു എന്നതിന്റെ തെളിവുകൾ നമുക്ക് ഇന്നത്തെ രാഷ്ട്രീയ സാമൂഹ്യ പശ്ചാത്തലത്തിൽ നിന്ന് മനസ്സിലാക്കുന്നതിനും കഴിയും. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന അനവധി തരത്തിലുള്ള സംഘർഷങ്ങളുടെ യാഗത്തുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ ദേശീയ പ്രസ്ഥാനം മുന്നോട്ട് വെച്ച വംശീയ പാരമ്പര്യത്തോടെ എങ്ങനെ പെരുമാറണം എന്ന കാഴ്ചപ്പാടിൽ നിന്ന് നേർ വിപരീത ദിശയിലേക്ക് നീങ്ങുന്നതാണ് എന്ന കാര്യവും നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. രാഷ്ട്രീയ വേദികളിൽ നാം സംസാരിക്കുന്ന മണിപ്പൂരിന്റെയോ നാഗാലാൻഡിന്റെയോ ഒക്കെ സംഘർഷ പ്രശ്നം എന്ന് പറയുന്നത് ഒരു തീപ്പൊരി വീണ കത്തുന്നതാണ് എന്ന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് അറിയാമായിരുന്നു. അത്തരത്തിലുള്ള വംശീയ സംഘർഷങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിന് ഏത് രൂപത്തിലുള്ള ശ്രമങ്ങളാണ് നടത്തേണ്ടത് എന്ന അന്വേഷണത്തിൽ നിന്നാണ് അവിടെ ഒരു സർവകലാശാല സ്ഥാപിക്കുന്നതിന്, ആ മേഖലയിൽ നിന്ന് കടന്നു വരുന്ന ആളുകൾക്ക് ലോകത്ത് പരിചയപ്പെടുന്നതിന്, അവരുടെ വംശീയമായ പാരമ്പര്യത്തെ അതേ പ്രകാരത്തിൽ നിലനിർത്തുന്നതിന് ഒക്കെയുള്ള ശ്രമങ്ങൾ സമീപകാലത്ത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടാകും. ഇന്ത്യയുടെ ഭരണാധികാരികൾ ആവർത്തിച്ച് ഈ പ്രശ്നം ആഴത്തിൽ കിടക്കുന്നത് ക്രിസ്ത്യൻ മിഷനുമാർക്ക് ഇടപെടുന്നതിന് വടക്ക് കിഴക്കൻ അതിർത്തി പ്രദേശങ്ങളിൽ അവസരം നൽകിയ മുൻ ഭരണാധികാരികളാണ് എന്ന് ആവർത്തിച്ച് കുറ്റപ്പെടുത്തുന്നിടത്താണ്. യഥാർത്ഥത്തിൽ നാഗന്മാരാരാണ്, നാഗന്മാരുടെ സ്വഭാവം എന്താണ്, മിസോകൾ ആരാണ്, കുക്കികൾ ആരാണ് എന്നൊക്കെ പഠിച്ച് അവർക്ക് ആ വംശീയ പാരമ്പര്യത്തെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഇന്ത്യയുടെ മുഖ്യധാരയിലേക്ക് കടന്നു വരാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു സാംസ്കാരിക പരിതോവസ്ഥയെ സൃഷ്ടിക്കുക എന്നത് രാഷ്ട്രീയമായ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്നായിരിക്കേണ്ടതായിട്ട്, അതിനെ എങ്ങനെ കുത്തിപ്പൊന്തിക്കാം എന്നതിന്റെയും അതിന്റെ വിപത്തുകൾ എന്തെല്ലാമാണ് എന്നതിന്റെയും ഒക്കെ അനുഭവ പാഠങ്ങൾ ഇന്ന് നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും. ഞാൻ പറയുന്നത് അത്തരത്തിലുള്ള മേഖലകളിലേക്ക് കടന്നു ചെല്ലുക എന്ന് പറയുന്നത് വളരെ ശ്രദ്ധാപൂർവം ചെയ്യേണ്ടതാണ് എന്നും
അതിൽ നിന്നുണ്ടാകേണ്ടുന്ന അനുഭവ ഫലങ്ങളെ കുറിച്ച് വ്യക്തമായ രാഷ്ട്രീയ ധാരണകൾ ഉണ്ടായിരിക്കണം എന്നതുമാണ്. എന്നെ ഏൽപ്പിച്ച ഈ വിഷയത്തെ ഞാൻ പരിമിതമായ ചെറിയ സമയം കൊണ്ട് അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നു. നമുക്കറിയാം, യഥാർത്ഥത്തിൽ ഈഴാണ പാരമ്പര്യത്തിന്റെ സൗന്ദര്യ ശാസ്ത്രത്തെ കുറിച്ച് ലോകത്ത് വലിയ രൂപത്തിലുള്ള ചർച്ചകൾ നടക്കേണ്ടതായിരുന്നു. പാശ്ചാത്യ സാഹിത്യ വിമർശനം ആരംഭിക്കുന്നത് തന്നെ പാശ്ചാത്യ സാഹിത്യത്തിലെ വളരെ പ്രസിദ്ധരായ രണ്ട് കവികൾ അന്വേഷിച്ച് ശേഖരിച്ച ചെറിയ ചെറിയ പാട്ടുകളെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുമ്പോൾ അതിനാമുഖമായി എഴുതിയ ഒരു ലേഖനത്തിലൂടെയാണ്. നമുക്കറിയാം, പ്രാചീന റോമ സാമ്രാജ്യത്തിൽ നിന്ന് ശിഥിലമായി പോയ അനവധി ചെറിയ നാട്ടുരാജ്യങ്ങളിൽ സംസാരിച്ചിരുന്ന പ്രാദേശിക ഭാഷകളിൽ പല രൂപത്തിലായി ചുറ്റി സഞ്ചരിക്കുന്ന ഇടയന്മാര്, കൈത്തൊഴിൽക്കാര് ഒക്കെ പാടിക്കൊണ്ടിരുന്ന പാട്ടുകളെ മുൻനിർത്തിക്കൊണ്ട് അവർ ശേഖരിച്ച പാട്ടുകളുടെ ആകെ തുക എന്ത് എന്നതിനെ കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് വേർഡ്സ്വർത്തും കോൾറിഡ്ജും ചേർന്ന് എഴുതിയ ഒരു ലേഖനമാണ് പാശ്ചാത്യ സൗന്ദര്യ ശാസ്ത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അധ്യായം എന്ന കാര്യം നാം ഓർക്കണം. അത്തരത്തിൽ അവർ എഴുതിയ ലേഖനത്തിനകത്ത് ഈ പാട്ടുകളുടെ സ്വഭാവം എന്താണ്, ഇത് പാടുന്നവരുമായി ബന്ധപ്പെട്ടവരുടെ തൊഴിലിന്റെ സ്വഭാവങ്ങൾ ഏതെല്ലാം രൂപത്തിലാണ് അവരുടെ പാട്ടുകൾ സ്വാധീനിക്കുന്നത് എന്നൊക്കെ കൃത്യമായി അടയാളപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഇന്ന് നാം അഭിമാനത്തോടെ പറയുന്ന കാൽപ്പനികത എന്ന് പറയുന്നതിന്റെ മാനിഫെസ്റ്റോ അല്ലെങ്കിൽ അതിന്റെ പ്രകടന പത്രിക എന്നതാണ് ഇന്ന് കോളേജുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ആ ലിനിക്കൽ ബെല്ലാർഡ്സിന് അവർ എഴുതി ചേർത്ത അവതാരികയെ പഠിക്കുമ്പോഴും മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള ഒരു വലിയ പാരമ്പര്യത്തിൽ നിന്ന് എങ്ങനെ കീഴാള സൗന്ദര്യ ശാസ്ത്രം എന്നൊരു വാക്ക് ഈ ചരിത്രത്തിലേക്ക് കടന്നു വന്നു എന്ന കാര്യം ഓർക്കുക. നമ്മുടെ സാഹിത്യ ചരിത്രവും സാംസ്കാരിക ചരിത്രവും വരമൊഴിക്ക് പ്രാധാന്യം നൽകുന്ന, അമിതമായിട്ട് അത് തന്നെയാണ് ശരി എന്ന് വിശ്വസിക്കുന്ന ഒരു ലോകത്തിലേക്ക് കടന്നു വന്നു. നാം എല്ലാം അതിന്റെ ഗുണഫലങ്ങൾ അനുഭവിക്കുന്ന ഗുട്ടൻബർഗ് യുഗത്തിന്റെ പിന്തുടർച്ചക്കാരാണ് എന്നതുകൊണ്ട് തന്നെ പറയുന്നതിനേക്കാൾ ശ്രേഷ്ഠമായിരിക്കുന്നത് എഴുതി വെക്കുന്നതാണ് എന്നും അത് തെറ്റുകളില്ലാത്തതാണ് എന്ന് നമ്മെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചു. അതുകൊണ്ട് തന്നെ നമ്മുടെ സൗന്ദര്യ ശാസ്ത്രത്തിനകത്ത് ഒരു കാരണവശാലും ഈ തരത്തിലുള്ള വാമൊഴി പാട്ടുകൾക്കോ ആ വാമൊഴി പാട്ടുകളുടെ ബിംബകൽപ്പനകൾക്കോ ഒന്നും ഒരു വിശകലന യുക്തിയുമില്ല എന്ന പുച്ഛരസം കടന്നു വരുന്നതിന് ഇടയായി. രണ്ടാമത്തെ പ്രശ്നം സൗന്ദര്യം എവിടെ ഇരിക്കുന്നു എന്നതാണ്. എല്ലാ കാലത്തും അത്തരത്തിലുള്ള ഒരു ചർച്ച സാമൂഹ്യ മണ്ഡലത്തിലും സാംസ്കാരിക മണ്ഡലത്തിലും നടക്കുന്നുണ്ട്. അത് നല്ല രീതിയിലും ചീത്ത രീതിയിലും ആരംഭിച്ചിട്ടുണ്ട് എന്ന കാര്യവും നമുക്കറിയാം. ഒരു പരിഹാസ രൂപേണ ഇന്ന് നാം കേട്ടുകൊണ്ടിരിക്കുന്ന പല വാദങ്ങളും യഥാർത്ഥത്തിൽ സൗന്ദര്യം എവിടെ കുടികൊള്ളുന്നതാണ് എന്ന ചോദ്യവുമായി ബന്ധപ്പെട്ടതാണ്. സൗന്ദര്യം കാണുന്നയാളിലാണോ കാണുന്ന വസ്തുവിലാണോ എന്ന ആ തർക്കത്തിൽ നിന്നാണ് സൗന്ദര്യശാസ്ത്രത്തിന്റെ ഒരു വിപൽക്കരമായ ദിശ ഉയരുന്നത്. വർണ്ണത്തെക്കുറിച്ച്, ഭാഷയെക്കുറിച്ച്, അങ്ങനെ സൗന്ദര്യശാസ്ത്രത്തിന്റെ അടിസ്ഥാന ഘടകങ്ങളെ കുറിച്ചൊക്കെ ഈ ചോദ്യം വലിയ രൂപത്തിലുള്ള തർക്കവിതർക്കങ്ങളിലേക്ക് കടന്നു ചെന്നു എന്ന കാര്യം ഓർക്കുക. സ്വാഭാവികമായിട്ടും ഈ ദളിത് പക്ഷപാതത്തെ ഏറ്റവും പ്രധാനമായി ബാധിക്കുന്ന ഒന്ന്, ഒരിക്കലും കാണാൻ പാടില്ലാത്ത ഒരു വർണ്ണത്തിന്റെ, ആ വർണ്ണവുമായി ബന്ധപ്പെട്ട് ലോകത്തെ രണ്ടായി തിരിച്ച പാശ്ചാത്യ യുക്തിയുടെ കാഴ്ചപ്പാടിൽ നിന്നാണ് സൗന്ദര്യ ശാസ്ത്രത്തിലേക്ക് നാം പ്രവേശിക്കുന്നത്. കറുപ്പും വെളുപ്പും തമ്മിലുള്ള വ്യത്യാസം എന്ത് എന്നത് ഇന്ന് വരെ തീർപ്പ് കൽപ്പിക്കാൻ കഴിയാത്തതും മാത്രമല്ല, കറുപ്പിനെ അഗാധമായി സ്നേഹിക്കുന്ന ഒരു ലോകം നിലനിൽക്കുന്നുണ്ട് എന്ന് ആളുകൾക്ക് മനസ്സിലാക്കാതെ പോയതും സൗന്ദര്യ ശാസ്ത്രത്തിനകത്ത് കറുപ്പിനോട്, കറുപ്പ് പാടുന്ന പാട്ടിനോട്, കറുപ്പുമായി ബന്ധപ്പെട്ട കലയോട് ഒക്കെ ഉയർന്നു വന്നു. യഥാർത്ഥത്തിൽ അതിനെ നിശ്ചയിക്കുന്നത് ആര് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായി ഇന്നും തർക്കത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ സൗന്ദര്യ ശാസ്ത്ര ചർച്ചകളിലൊന്നും കറുപ്പിനെ ഒന്നാം നിലയിൽ പരിഗണിക്കാൻ പോയിട്ട് വെറുപ്പോടുകൂടി പരിഗണിക്കുന്ന ഒരവസ്ഥ പിന്നീട് സംജാതമാണ്. സൗന്ദര്യശാസ്ത്ര വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് വരമൊഴി സാഹിത്യത്തെ കുറിച്ച് ഭാഷയെ മുൻനിർത്തിയുള്ള ചർച്ചകളാണ്. നമുക്കറിയാം, സാഹിത്യ ചരിത്രത്തിൽ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വാക്കുകൾ വരേണ്യ ഭാഷ എന്ന അർത്ഥത്തിൽ നീച ഭാഷ എന്ന് മറ്റൊരു ഭാഷയെ പരിചയപ്പെടുത്തലാണ്. ഇത് ഭാഷയുടെ ഏതെങ്കിലും സ്വഭാവത്തെ മുൻനിർത്തിയിട്ടോ ഭാഷയെ ചേറിക്കൊഴിച്ചിട്ടോ ഉണ്ടായ ഒരു കൽപ്പനയല്ല, മറിച്ച് പറയുന്നവന്റെ മനോഭാവത്തെ മുൻനിർത്തിയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കലാശാസ്ത്ര പഠനങ്ങളിലൊന്നും തന്നെ ഈ രൂപത്തിലുള്ള ഭാഷാപരമായി വളരെ മോശപ്പെട്ടതാണ് എന്ന് തങ്ങൾ വിധി കൽപ്പിച്ച, അതിനെ അധമ ഭാഷ എന്ന് മാറ്റി നിർത്തിയ ഒന്നിനെ വരമൊഴി സാഹിത്യമായി പരിഗണിക്കുന്നതിനോ അതിനെ ഏതെങ്കിലും രൂപത്തിൽ ചർച്ച ചെയ്യുന്നതിനോ നമ്മുടെ സൗന്ദര്യ ശാസ്ത്രകാരന്മാർ തയ്യാറായി. യഥാർത്ഥത്തിൽ ബോധപൂർവം നടത്തിയ ഒന്നാണ് കലയിലെ സൗന്ദര്യശാസ്ത്ര പഠനത്തിനകത്ത് ഈ പറയുന്ന വാമൊഴി വഴക്കത്തിന്റെ അഥവാ ഓറൽ ട്രഡീഷന്റെ ചരിത്ര സാംസ്കാരിക പാരമ്പര്യത്തെ ബോധപൂർവം മറച്ചു വെക്കുക എന്ന് പറയുന്ന രീതി. മാത്രവുമല്ല, യഥാർത്ഥത്തിൽ ഈ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്
വളരെ മോശപ്പെട്ട ഒരു കാര്യമാണ് എന്ന് ഇന്നും വരുത്തി തീർക്കുന്നതിന് വലിയ രൂപത്തിലുള്ള ശ്രമവും ഗൂഢാലോചനയും നമ്മുടെ നാട്ടിൽ നടക്കുന്നു. നേരത്തെ ലീലാകൃഷ്ണൻ സംസാരിക്കുന്ന സമയത്ത് കഥകളിയെ സൂചിപ്പിക്കുകയുണ്ടായി. ആർക്കാണ് കഥകളി കാണാൻ കഴിയുക? ഒരു രാത്രി മുഴുവൻ കഥകളി കാണുക എന്ന് പറയുന്നത് മിച്ചമായി സമയം കിട്ടുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥയിലെ ആളുകൾക്ക് മാത്രമായി. രാപ്പകൽ പണിയെടുക്കുകയും പിറ്റേ ദിവസം വീണ്ടും പണിക്ക് പോവുകയും ചെയ്യേണ്ടി വരുന്ന ഒരാൾക്ക് ഒരു രാത്രി മുഴുവൻ ഒരു കലയെ ആസ്വദിച്ചിരിക്കുക എന്നത് ആ കലയോട് എത്ര സമർപ്പിത മനസ്സുണ്ടെങ്കിലും സാധ്യമല്ലാത്ത കാര്യമാണ് എന്ന കാര്യം നാം ഓർക്കുക. അതുപോലെ തന്നെ ഓരോരുത്തരുടെയും അവർ ഉപയോഗിക്കുന്ന വാദ്യോപകരണങ്ങളുടെ സ്വഭാവം നോക്കുക. ആ വാദ്യോപകരണങ്ങൾക്കനുസരിച്ച് അവരുടെ ജീവിതത്തിന്റെ സംസ്കാരത്തെ വിലയിരുത്തുന്നതിന് നമുക്ക് സാധിക്കും. കീഴാളൻ ഉപയോഗിക്കുന്ന അവന്റെ വാദ്യോപകരണങ്ങളാകട്ടെ, കീഴാളൻ അവതരിപ്പിക്കുന്ന കലകളാകട്ടെ, അതിനെ ഒന്നും തന്നെ ഈ അർത്ഥത്തിൽ പരിഗണിക്കേണ്ടതില്ല എന്ന ആ ഒരു വലിയ യുക്തിയാണ് സൗന്ദര്യശാസ്ത്രത്തെ മറ്റൊരർത്ഥത്തിലായി വിഭജിച്ചത് എന്ന കാര്യം ഓർക്കുക. പക്ഷെ സൗന്ദര്യശാസ്ത്രത്തിനകത്ത് അവർക്ക് സ്ഥാനം കിട്ടിയിട്ടില്ല എങ്കിലും ഈ കല നിലനിൽക്കുന്നു എന്നതിന്റെ സാങ്കത്യം എന്ത് എന്ന കാര്യം നാം ഓർക്കേണ്ടതായിട്ട്. അതാണ് നേരത്തെ ആമുഖ പ്രസംഗത്തിൽ സൂചിപ്പിച്ച എല്ലാവരുടെയും മനസ്സിൽ നിലനിൽക്കുന്ന വന്യമായ ഒരു പ്രകൃതി സ്വഭാവം എന്ന് പറയും. പ്രകൃതി അല്ലെങ്കിൽ പ്രാകൃതൻ എന്ന വാക്ക് ഒരിക്കലും മോശമായ അർത്ഥത്തിലുള്ള ഒരു വാക്കേ അല്ല. പ്രകൃതിയുമായി ചേർന്ന് പോകാൻ കഴിയുന്ന, പ്രകൃതിയുമായി അലിഞ്ഞു ചേരാൻ കഴിയുന്ന, താനും ഈ പ്രകൃതിയിലെ മറ്റു വസ്തുക്കളെ പോലെ ഒരാളാണ് എന്ന് വിശ്വസിക്കാൻ കഴിയുന്ന മനുഷ്യന്റെ മനസ്സ് അതിനോട് കാണിക്കുന്ന സാഹോദര്യവും സ്നേഹബന്ധവുമാണ് ആ കലയുടെ സൗന്ദര്യശാസ്ത്രം എന്ന് പറയും. ഏത് വഴിക്ക് നിങ്ങൾ സഞ്ചരിക്കുമ്പോഴും ഒരു പാട്ട് കേൾക്കുമ്പോൾ കേട്ടിരിക്കാൻ തോന്നുക, ഒരു തുടിയുടെ താളം കേൾക്കുമ്പോൾ നിങ്ങളുടെ ഏതോ ജന്മാന്തരമായിരിക്കുന്ന ബന്ധങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയുക, ഒരു ഭൂതത്തിന്റെ താളം അതിന്റെ തളയുടെ ശബ്ദം കേൾക്കുന്ന സമയത്ത് ഇത് എന്നിലാണ് ചിലമ്പിക്കൊണ്ടിരിക്കുന്നത് എന്ന ഓർമ്മയുണ്ടാവുക, ഇതെല്ലാം ഏത് വരമൊഴി സാഹിത്യത്തിന് വിശുദ്ധമായ സ്ഥാനം കൊടുത്ത ആളുകൾ ഉണ്ടെങ്കിൽ പോലും ഈ ലോകത്തിന്റെ നൈസർഗികമായ സ്വഭാവത്തിൽ അവർ ചരിത്രത്തിൽ നിലനിൽക്കുന്നു എന്നതിന്റെ സൂചനയാണ്. അതിന്റെ സൗന്ദര്യശാസ്ത്രം എന്ന് പറയുന്നത് നിത്യേന ഉപയോഗിക്കുന്ന ജീവിതത്തിന്റെ പ്രശ്നങ്ങളാണ്. നമുക്കറിയാം, മിക്കവാറും ഈ പാട്ടുകൾ ഇതിന്റെ ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ തങ്ങളുടെ പരമ്പരാഗതമായ കൈത്തൊഴിൽ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കുട കെട്ടുമ്പോൾ അല്ലെങ്കിൽ കുട്ടയുണ്ടാക്കുമ്പോൾ ഒക്കെ അവർ പാടിക്കൊണ്ടിരിക്കുന്ന ഈ പാട്ടുകൾ യഥാർത്ഥത്തിൽ അവരുടെ തൊഴിലിന്റെ ആയാസത്തെ കുറയ്ക്കുന്നതിന് അവർക്ക് തന്നെ തങ്ങളുടെ മനസ്സിനകത്ത് ഒരു പുതിയ സൗന്ദര്യശാസ്ത്രത്തെ നിർമ്മിച്ചെടുക്കുന്നതിന് സഹായകമായ മേഖലയാണ്. അവർ പണിയെടുക്കുമ്പോൾ ചൊല്ലിയ ആ പാട്ടുകളാണ് നാം ഇളവേൽക്കുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എങ്കിലും അതിനകത്തുള്ള താളങ്ങൾ ആ പണിയുമായി ബന്ധപ്പെട്ടതും ആ പണിയിൽ നിന്ന് ഉയർന്നു വന്നതുമാണ്. അധ്വാനവുമായി ബന്ധപ്പെട്ട് എങ്ങനെ കവിത വെടിയുന്നു എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയാണ്. തങ്ങൾ സഞ്ചരിക്കുന്ന വഴികളെ കുറിച്ച് അവർക്ക് പറയാറുണ്ട്. തങ്ങൾ ജീവിച്ച സാഹചര്യങ്ങളെ കുറിച്ച് സർവ്വസാധാരണമായ ഭാഷയിൽ അവ നമ്മോട് സമ്മതിച്ചുകൊണ്ടേ ഇരിക്കുന്നു എന്ന കാര്യം ഓർക്ക്. നമുക്കറിയാം, സാഹിത്യ ചരിത്രം എന്ന് പറയുന്നത് എത്രയെത്ര മൂടിവെപ്പുകളുടേതാണ് എന്ന കാര്യം നാം വിസ്മരിക്കരുത്. സൂര്യപ്രകാശത്തിൽ പുറത്തിറങ്ങാൻ കഴിയാത്ത ഒരു നായാടിക്ക് ഒരു സന്ദേശകാവ്യം എഴുതാൻ സാധിക്കുകയില്ല എന്ന് ഏതൊരാൾക്കും സൂക്ഷ്മാർത്ഥത്തിൽ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. വഴി നടക്കാൻ കഴിയാത്ത ഒരാൾ വഴിയെക്കുറിച്ച് വിശദീകരിക്കുന്ന ഒരു മയൂര സന്ദേശമോ ഒരു മേഘ സന്ദേശമോ ഒന്നും എഴുതാൻ സാധ്യതയില്ല. താൻ ജീവിക്കുന്ന ഒരു ചെറിയ കൂടിനകത്ത് താമസിക്കേണ്ടി വരുന്ന ദുരവസ്ഥയെ കുറിച്ചായിരിക്കും അവൻ എഴുതിക്കൊണ്ടേ ഇരിക്കും. സ്വന്തം ജീവിതത്തിൽ നിന്ന്, ആ ജീവിതത്തിന്റെ സാഹചര്യത്തിൽ നിന്ന് അതുയർത്തുന്ന അനവധി പ്രശ്നങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്നതാണ് ഈ കീഴാള സൗന്ദര്യശാസ്ത്രത്തിന്റെ ആകത്തുക എന്ന് പറയും. അത് സംവാദാത്മകമാണ്, ഏകപക്ഷീയമായ ആജ്ഞകളല്ല എന്ന കാര്യവും നാം ഓർക്കുക. ഏതെങ്കിലും ഒരു കവി പറയുന്നത് തിരുവായ്ക്കെതിർവായി ഇല്ലാതെ കേൾക്കുക എന്നതല്ല, വക്താവും ശ്രോതാവും തമ്മിലുള്ള ഒരു ഹൃദയ സംവാദത്തിന് സാധ്യതയൊരുക്കുന്നതാണ് കീഴാള സൗന്ദര്യശാസ്ത്രത്തിന്റെ ഒരു മേഖല എന്ന് പറയും. നമുക്കറിയാം, ആ കീഴാള സൗന്ദര്യശാസ്ത്രം എന്ന് പറയുന്നത് മാറുന്ന സംസ്കാരത്തിനനുസരിച്ച് പല രൂപത്തിലായി മാറ്റങ്ങൾക്ക് വിജയമാകുമെങ്കിലും അതെല്ലാം നമ്മുടെ അകത്തുള്ള ജന്മസിദ്ധമായിരിക്കുന്ന ഏതെങ്കിലും ഒരു തന്ത്രിയെ തൊട്ടുണർത്തുക തന്നെ ചെയ്യും എന്നതാണ് ഈ കാവ്യസമാഹാരം ഉൾപ്പെടെ നിങ്ങൾ ഏതിലേക്ക് കടന്നു ചെല്ലുന്നുവോ അതെല്ലാം നിങ്ങൾ അന്വേഷിക്കുമ്പോൾ മനസ്സിലുണ്ടാകേണ്ടുന്ന ഒരു കാര്യം. സത്യത്തിൽ ഇതൊക്കെ ഞങ്ങൾ വരേണ്യമായി നിൽക്കുകയും ഇത്തരത്തിലുള്ള കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു അടിമ ഉടമ ബന്ധത്തിലേക്കാണ് പലപ്പോഴും സാംസ്കാരിക മണ്ഡലം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. തെറ്റില്ല, നന്നായിരിക്കുന്നു എന്നൊക്കെ നാം പറയുമ്പോൾ യഥാർത്ഥത്തിൽ ശിവള്ളിയും അതുപോലെ തന്നെ കൊടുങ്ങല്ലൂർ കുഞ്ഞൂട്ടൻ തമ്പുരാനും എഴുതിയ കാവ്യങ്ങളുമായി താരതമ്യം ചെയ്തുകൊണ്ടാണ് നീയും ഒരു കവിയായിരിക്കുന്നുവല്ലോ എന്ന് ചില ആളുകൾ സൂചിപ്പിക്കാൻ ശ്രമിക്കും. എന്നാൽ അവരെല്ലാം സഞ്ചരിച്ച വഴികളേക്കാൾ കൂടുതൽ വിപരീതങ്ങളോട് ഏറ്റുമുട്ടി വളർന്നു വന്നതാണ് നമ്മുടെ കാവ്യ പാരമ്പര്യം എന്നതാണ് ഈ മനുഷ്യൻ വരെയുള്ള ആളുകൾ സമർപ്പിത സേവനത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്.
തങ്ങളുടെ ജീവിതം ഈ ലോകത്തിലെ ദളിത് ജനവിഭാഗത്തിന് വേണ്ടി ആയുസ്സും പപസ്സും സമർപ്പിച്ച് എങ്ങനെ സമ്പന്നമാക്കാം എന്നതിൽ നിന്നാണ് കേരളത്തിന്റെ എല്ലാ തരത്തിലുള്ള സാമൂഹ്യ മാറ്റങ്ങളുടെയും ചലനങ്ങൾ ഉയരുന്നത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ വിഷയം വളരെ സമഗ്രമാണ്. താൽക്കാലികമായി അവസാനിപ്പിക്കുന്നു. ഈ സദസ്സിനും വേദിക്ക് നന്ദി രേഖപ്പെടുത്തുന്നു.